നമ്മുടെയൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കൂട്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് ഈ പരിപ്പ് കറി. എന്നാൽ ഒത്തിരി ഒത്തിരി രുചികൾ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതും ഈ പരിപ്പ് തന്നെയാണ്. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി അതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് തക്കാളിയും ആവശ്യത്തിന് കായവും ചേർത്ത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പിനെ കൂടി അതിനകത്തേക്ക് ഇടുക. നമ്മുടെ ഈ പരിപ്പ് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർക്കുക. ഇത് തിളയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആ മണം മാത്രം മതി നമുക്ക് നല്ലപോലെ ചോറുണ്ണാൻ. കൂട്ടത്തിൽ ഒരു ഓംലെറ്റ് കൂടി ആയാലോ, സംഗതി ഉഷാറായില്ലേ? ഓംലെറ്റ് ഒന്ന് തിരിച്ചിട്ട ശേഷം നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഓംലെറ്റിനെ കൂടെ ചേർക്കാം. നന്നായി വഴറ്റിയെടുത്ത വാഴയിലയിൽ ചോറും കുറച്ച് കോവയ്ക്കാത്തോരനും മീൻ വറുത്തതും കൂട്ടിന് നമ്മുടെ ഈ പരിപ്പ് കറിയും ഒരു പിടി ചോറിലോട്ട് നമ്മുടെ ഈ മുട്ടയും നമ്മുടെ കോവയ്ക്കാത്തോരനും നമ്മുടെ മീൻ വറുത്തതും ചേർത്ത് നന്നായി കൂട്ടിക്കുഴച്ച് ഒരു പിടി വായിൽ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, ആ സന്തോഷം മാത്രം മതി വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാൻ.